ഹലോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കൺസിഡർ ദി സെറ്റ്സ്. ഇവിടെ എന്താടാ കുറച്ച് സെറ്റ് വന്നിട്ടുണ്ടല്ലേ. ഫൈ എന്ന് പറയുന്ന സെറ്റ് വന്നിട്ടുണ്ട്. എ ഈക്വൽ ടു 1,3, ബി ഈക്വൽ ടു 1,5,9, സി ഈക്വൽ ടു 1,3,5,7,9. ഇൻസേർട്ട് ദി സിമ്പിൾ. നോക്കിയടാ സിമ്പിൾ നോക്കി, ഇവിടെ 2 സിമ്പിൾ വന്നിട്ടുണ്ട്. ഈ സിമ്പിൾ ഇൻസേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ബിറ്റ്വീൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ്. ഇവിടെ ഈ സിമ്പിൾ കറക്റ്റായിട്ട് നമുക്ക് എഴുതണം. സിമ്പിൾ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഈ സിമ്പിൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അടുത്ത് ഈ സിമ്പിൾ എന്ന് പറഞ്ഞാൽ സബ്സെറ്റ്. ഇതാണ് ഈ സിമ്പിൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സിമ്പിൾ എന്ത് വരും എടാ? ഈ സിമ്പിൾ ഉദ്ദേശിക്കുന്നത് നോട്ട് എ സബ്സെറ്റ്. ഓക്കെ, ഇത് സബ്സെറ്റ്, ഇത് നോട്ട് എ സബ്സെറ്റ്. അപ്പോൾ എന്താണ് ഈ സബ്സെറ്റ് എന്ന് പറയുന്നത്? സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു സെറ്റ് എഴുതാം. എ ഈക്വൽ ടു 1,2. എടാ ഏതൊരു സെറ്റ് എടുത്താലും അതിനെന്താടാ സബ്സെറ്റ് കാണും. ഏതൊരു സെറ്റിൽ നിന്ന് നമുക്ക് സബ്സെറ്റിന് എഴുതാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഏതൊരു സബ്സെറ്റ് എടുത്താലും ഫൈ എം ഡി സെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ്സെറ്റാണ്. ഏത് സെറ്റ് ആയിക്കോട്ടെ അതിൻ്റെ ഒരു സബ്സെറ്റാണ് നമ്മുടെ എം ടി സെറ്റ്, ഫൈ, നൾ സെറ്റ് എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ ഇവൻ്റെ സബ്സെറ്റ് നമുക്ക് എഴുതാം. ഫസ്റ്റ് നമുക്ക് ഫൈ എഴുതാം. ഫൈ എന്ന് പറയുന്നത് ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റാണ്. ഇനി അടുത്തത് ഈ സെറ്റ് നോക്കിയടാ, ഇതിൻ്റെ അകത്ത് 1 ഉണ്ട്. അപ്പം നമുക്ക് ഇതിനെ ഒരു സെറ്റിൽ എഴുതാം. സെറ്റ് 1 എന്ന് പറയുന്നത് ഈ സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണ്. അടുത്ത ഇതിൽ 2 ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു സെറ്റിൽ എഴുതാം. സെറ്റ് 2 ഇതും എന്താണ് ഒരു സബ്സെറ്റാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കിക്കോണേ. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. ഇവിടെ നോക്കിയാൽ 1,2 എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സെറ്റ് ഇതിൻ്റെ തന്നെ സബ്സെറ്റാണ്. അപ്പം നമുക്ക് പറയാം സെറ്റ് 1,2 എന്താടാ ഇതിൻ്റെ തന്നെ സബ്സെറ്റാണ്. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ സെറ്റ് 1,2ൻ്റെ സബ്സെറ്റ്. ഫൈ ഒരു സബ്സെറ്റാണ്. ഇതിൽ നിന്ന് നമ്മൾ ഒരാളെ എടുത്ത് സെറ്റ് 1 അല്ലേ, അടുത്ത സെറ്റ് 2, പിന്നെന്താ ഈ സെറ്റ് 1,2 എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. അപ്പോൾ ഇവന്മാരെയാണ് നമ്മൾ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സിമ്പിൾ ഇടാൻ പറ്റുമോ നോക്കാം. ഇവിടെ നോക്കിയടാ ഫൈ ഡാഷ് ബി. ഫൈ എന്ന് പറയുന്നത് സബ്സെറ്റാണ്. ആ സബ്സെറ്റ് അല്ലേ ഫൈ എന്ന് പറഞ്ഞാൽ എം ഡി സെറ്റ്. ഞാൻ പറഞ്ഞു ഫൈ എന്ന് പറയുന്നത് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. ഏതൊരു സെറ്റ് എടുത്താലും ഫൈ എന്ന് പറയുന്നത് ആ സെറ്റിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ നമുക്ക് പറയാം ഫൈ സബ്സെറ്റ് ഓഫ് ബി. ബി ഏതാണെന്ന് നമുക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും നമ്മുടെ ഫൈ. ഇനി അടുത്ത എ സബ്സെറ്റ് ഓഫ് ബി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയേ. എയിൽ 1 ഉണ്ട്, ബിയിലും 1 ഉണ്ട്. എയിൽ 3 ഉണ്ട്, പക്ഷേ ബിയിൽ 3 ഇല്ല. അപ്പം നമുക്ക് പറയാം എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. കിട്ടിയാ? ഓക്കെ. അടുത്തത് എ ഡാഷ് സി. എ നോക്കിയേ 1,3, സി ഇത്. എയിൽ 1 ഉണ്ട്, സിയിലും 1 ഉണ്ട്. എയിൽ 3 ഉണ്ട്, സിയിലും 3 ഉണ്ട്. എ എന്താണ് ചെറിയ ആളാണ്, സി വലിയ ആളാണ്. അപ്പം നമുക്ക് പറയാം എ സബ്സെറ്റ് ഓഫ് സി. എ എന്താടാ സിയുടെ സബ്സെറ്റാണ്. അടുത്ത ബിയും സിയും നോക്കാം. ബി 1,5,9, സി ഇത്. നോക്കിയാടാ 1 ഉണ്ട്, 5 ഉണ്ട്, 5 ഉണ്ട്, 9 ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം ബി എന്താണ് സബ്സെറ്റ് ഓഫ് സി. ബി എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റാണ്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയേ. ലെറ്റ് എ ഈക്വൽ ടു എ കോമ ഇ കോമ ഐ കോമ ഒ കോമ യു. ബി എന്താടാ എ ബി സി ഡി. ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്ന സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് നോക്കാം. എയിൽ നോക്കിയേ, ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ ഇ ഉണ്ട്, പക്ഷേ ഇവിടെ ഇ ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് പറയാം എന്താടാ എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്ന സെറ്റ് ബിയുടെ സബ്സെറ്റ് അല്ല.
ഇവിടെ ഐ ഉണ്ട്, ഇവിടെ ഐ ഇല്ല, ഇവിടെ ഒ ഉണ്ട്, യു ഉണ്ട്, ഇവിടെ എന്താണ് ആ ലെറ്റർ ഒന്നും ഇല്ല. സിംപ്ലി ഇവിടെ എ മാത്രമേ ഉള്ളൂ, രണ്ട് സെറ്റിലും എ മാത്രമേ ഉള്ളൂ ഒരുമിച്ച്. ബാക്കിയുള്ളതൊന്നും ബിയിലില്ല. അപ്പോൾ നമുക്ക് പറയാം എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. അടുത്ത നോക്കിയേ, ലെറ്റ് എ കോമ ബി കോമ ആൻഡ് സി ബി 3 സെറ്റ്സ്. എയും ബിയും സിയും 3 സെറ്റുകളാണ്. ഇഫ് എ എലമെൻറ്റ് ഓഫ് ബി, എ എന്ന് പറയുന്ന സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെൻ്റാണ്. പിന്നെ അടുത്ത എന്ത് പറഞ്ഞാടാ, ബി സബ്സെറ്റ് ഓഫ് സി, ബി എന്ന് പറയുന്ന സെറ്റ് സിയുടെ സബ്സെറ്റാണ്. ഈ ട്രൂ, ഇത് ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത്, എ സബ്സെറ്റ് ഓഫ് സി, എ സിയുടെ സബ്സെറ്റ് ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് നോട്ട് ഗീവ് ആൻ എക്സാമ്പിൾ, അല്ലെങ്കിൽ എക്സാമ്പിൾ കൊടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താടാ പറഞ്ഞിരിക്കുന്നത്, എ എലമെൻ്റ് ഓഫ് ബി, എ എന്ന് പറയുന്നത് ബിയുടെ എ എന്ന് പറയുന്ന സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെൻ്റാണ്. ഒരു സെറ്റ് വേറൊരു സെറ്റിലെ എലമെൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ബി സബ്സെറ്റ് ഓഫ് സി, ബി എന്താടാ സിയുടെ സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എ സിയുടെ സബ്സെറ്റ് ആകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ ആകില്ല, നോ. ഇതാണ് നമ്മുടെ ആൻസർ. എ എന്താണ്, സിയുടെ സബ്സെറ്റ് ആകത്തില്ല. കാരണം എന്താണ്, അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എ എന്ന് പറയുന്ന സെറ്റ് എഴുതാവേ. എ ഈക്വൽ ടു സെറ്റ് 1, എ ഈക്വൽ ടു സെറ്റ് 1, എ എന്ന് പറഞ്ഞ സെറ്റ് എഴുതി. ഇനി ഈ എ എന്ന് പറയുന്ന സെറ്റ് ബിയിൽ ഒരു എലമെൻ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ബി എന്ന് പറയുന്ന സെറ്റ് എഴുതാം. ബി ഈക്വൽ ടു സെറ്റ്, ഈ എ എന്ന് പറയുന്ന സെറ്റ് ബിയിലെ ഒരു എലമെൻ്റ് ആയിരിക്കണം, ബീൻ്റെ ഉള്ളിൽ വരണം. അപ്പോൾ സെറ്റ് 1നെ ഞാൻ ബീൻ്റെ ഉള്ളിൽ എഴുതി. നോക്കിയേ, എ എന്ന് പറയുന്ന സെറ്റ് ബിയിലെ ഒരു എലമെൻ്റ് ആക്കി എഴുതി. അടുത്ത നമുക്ക് വേറെ ആളെയും കൂടി എഴുതാം, 2. ഓക്കെ, ബി എന്ന് പറയുന്ന സെറ്റ് എഴുതി. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബി എന്താടാ, സിയുടെ സബ്സെറ്റാണ്. അപ്പോൾ നമുക്ക് സി എഴുതാം. നോക്കിയേ, ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് 1 ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും സെറ്റ് 1 വേണം. ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 വേണം, എന്നാലേ സബ്സെറ്റ് ആകത്തുള്ളല്ലോ. അടുത്ത നമുക്ക് ഇവിടെ ഒരു 3യും കൂടി എഴുതാം. അപ്പോൾ നമ്മൾ 3 സെറ്റ് എഴുതി, എ എഴുതി, ബി എഴുതി, സി എഴുതി. ഇനി നമുക്ക് എ സിയുടെ സബ്സെറ്റ് ആകുമെന്ന് നോക്കാം. എ നോക്കിയടാ, സെറ്റ് 1 ആണ്. എ എന്ന് പറയുന്നത് സെറ്റ് 1 ആണ്. എ എന്ന് പറയുന്നത് സെറ്റ് 1 ആണ്. ബി നോക്കിയേ, സെറ്റ് ഓഫ് സെറ്റ് 1, സബ്സെറ്റ് ആകുമോ? ഇല്ല. എ എന്താടാ, നോട്ട് എ സബ്സെറ്റ് ഓഫ് സി. നിങ്ങളിപ്പോൾ നോക്കിക്കാണും, ഇവിടെ സെറ്റ് 1 ഉണ്ടല്ലോ, ഇവിടെയും സെറ്റ് 1 ഉണ്ടല്ലോ. അങ്ങനെയാണോ നമ്മൾ നോക്കുന്നത്? അല്ല. ഇവിടെ നോക്കിയേ, എ സിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ, എ എന്ന് പറയുന്ന സെറ്റ് സിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ എയിലെ എലമെൻറ്റ് നോക്കിയേ, എയിലെ എലമെൻറ്റ് 1 ആണ്. എയിലെ എലമെൻറ്റ് 1, എ 1 എലമെൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് എയിലെ എലമെൻ്റ് ആണ്. എയിലെ എലമെൻറ്റ് നോക്കിയേ 1 ആണ്. ഈ 1 വേണം നമ്മുടെ സിയിൽ കാണാൻ, ഈ 1 വേണം നമ്മുടെ സിയിൽ കാണാൻ. പക്ഷേ സിയിൽ ആരാണുള്ളത്? സിയിൽ 1 അല്ല, സെറ്റ് 1 ആണുള്ളത്. സിയിൽ സെറ്റ് 1 ആണുള്ളത്, സിയിൽ സെറ്റ് 1 ആണുള്ളത്. അപ്പോൾ നമുക്ക് പറയാം 1 ബിലോങ്സ് ടു എ, 1 എലമെൻറ്റ് ഓഫ് എ. 1 എന്ന് പറയുന്നത് സെറ്റ് എയിലെ എലമെൻ്റ് ആണ്. പക്ഷേ 1 നോട്ട് ബിലോങ്സ് ടു സി. 1 എന്താടാ, സിയിലെ എലമെൻ്റ് അല്ല. സെറ്റ് 1 ആണ് സിയിലെ എലമെൻറ്റ്, 1 സിയിലെ എലമെൻ്റ് അല്ല. അപ്പം നമുക്ക് പറയാം therefore എ നോട്ട് എ സബ്സെറ്റ് ഓഫ് സി. എ എന്താടാ, സിയിലെ സബ്സെറ്റ് അല്ല. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത നോക്കിയേ, 2, 3, 4, 1, 2, 3, 4, 5. ഇത് സബ്സെറ്റ് ആണോ? സബ്സെറ്റ് അല്ലയോ? ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. അപ്പോൾ എന്താടാ, സബ്സെറ്റ് ആണ്. അടുത്തത് ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഇല്ല. അപ്പോൾ നമുക്ക് പറയാം നോട്ട് എ സബ്സെറ്റ്. പക്ഷേ ബി ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, സി ഉണ്ട്, എ ഇല്ല, അപ്പോൾ സബ്സെറ്റ് അല്ല. ഇവിടെ നോക്കിയേ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് 11 ഓഫ് യുവർ സ്കൂൾ. ക്ലാസ് 11ൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റ്, നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ് 11ൽ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ് സ്റ്റുഡൻസാണ് നമ്മുടെ ഈ സെറ്റിലുള്ളത്. ഈ സെറ്റിൽ ആരൊക്കെയാണെടാ? സ്റ്റുഡൻറ്റ് ഓഫ് യുവർ സ്കൂൾ, നിങ്ങളുടെ സ്കൂളിലുള്ള മൊത്തം സ്റ്റുഡൻസ്. ഈ സെറ്റിൽ നമ്മുടെ സ്കൂളിലുള്ള മൊത്തം സ്റ്റുഡൻസ്, എല്ലാ സ്റ്റുഡൻസും ഈ സെറ്റിലുണ്ട്. ഈ സെറ്റിൽ ക്ലാസ് 11ലെ സ്റ്റുഡൻസ് മാത്രമാണ്. എടാ അപ്പം ഇത് സബ്സെറ്റ് അല്ലേടാ? ഈ 11ലെ സ്റ്റുഡൻസും
ഈ സെറ്റിൽ കാണുമല്ലോ. സ്കൂളിലുള്ള എല്ലാ പിള്ളേരും എന്ന് പറയുമ്പം ഇതിലെന്താണ് 11th പഠിക്കുന്ന സ്റ്റുഡൻസും ഈ സെറ്റിൽ കാണും. ഇവിടെയും 11th പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ഇവിടെയും 11th പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്താ ഈ സെറ്റിൻ്റെ സബ്സെറ്റാണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദി പ്ലെയിൻ. ഓക്കെ, നമുക്കൊരു പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്ന സർക്കിൾ, ഒരു പ്ലെയിനിൽ നമുക്ക് എല്ലാ സർക്കിളും, ഇൻഫിനിറ്റി നമ്പർ ഓഫ് സർക്കിൾസ്, എല്ലാ ടൈപ്പ് സർക്കിൾസും വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതെന്താടാ വലിയ സെറ്റാണ്. ഇവിടെ എല്ലാ സർക്കിൾസും ഉണ്ട്. ഇവിടെ നോക്കിയാൽ എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദി സെയിം പ്ലെയിൻ. ആ സെയിം പ്ലെയിനിലുള്ള സർക്കിളാണ്. എങ്ങനെയുള്ള സർക്കിളാണ്? റേഡിയസ് 1 യൂണിറ്റ്. റേഡിയസ് 1 യൂണിറ്റ് ആയിട്ടുള്ള സർക്കിൾ മാത്രമേ ഈ സെറ്റിലുള്ളൂ. ഇവിടെ എല്ലാ തരം സർക്കിളുകളും ഉണ്ട്. ഇതെന്താ വലിയ സെറ്റാണ്. ഇവിടെ റേഡിയസ് 1 യൂണിറ്റ് ആയിട്ടുള്ള സർക്കിളുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ചെറിയ സെറ്റാണ്. വലിയ സെറ്റ് ചെറിയ സെറ്റിൻ്റെ സബ്സെറ്റ് ആകത്തില്ല. ചെറിയ സെറ്റാണ് വലിയ സെറ്റിൻ്റെ സബ്സെറ്റ്. വലിയ സെറ്റ് ചെറിയ സെറ്റിൻ്റെ സബ്സെറ്റ് അല്ല. അപ്പം നമുക്ക് പറയാം ഈ സെറ്റ് എന്താടാ? നോട്ട് എ സബ്സെറ്റാണ്. ഈ വലിയ സെറ്റ് ഈ ചെറിയ സെറ്റിൻ്റെ സബ്സെറ്റ് അല്ല. അടുത്ത നോക്കിയേ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ. ഓക്കെ, ഒരു പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്ന ട്രയാങ്കിൾ. ഒരു പ്ലെയിനിൽ നമുക്ക് എല്ലാ ടൈപ്പ് ട്രയാങ്കിൾസും വരയ്ക്കാൻ പറ്റും. ഇവിടെ നോക്കിയേ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ റെക്റ്റാങ്കിൾ ഇൻ ദി പ്ലെയിൻ. റെക്റ്റാങ്കിൾ, ഇവിടെ ട്രയാങ്കിൾ ആണ്, ഇവിടെ റെക്റ്റാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നോട്ട് എ സബ്സെറ്റ് ആണ്. ഡിഫറെൻറ്റ് ആൾക്കാർ വന്നാൽ സബ്സെറ്റ് ആകത്തില്ലല്ലോ. അല്ല. ഇനി അടുത്ത നോക്കിയടാ, അടുത്ത 2 ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഇക്വലാറ്ററൽ ട്രയാങ്കിളുകൾ, ഒരു പ്ലെയിനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന എല്ലാ ഇക്വലാറ്ററൽ ട്രയാങ്കിളുമാണ് ഈ സെറ്റിലുള്ളത്. ഈ സെറ്റിൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ട്രയാങ്കിൾ ഇൻ ദി സെയിം പ്ലെയിൻ. ആ സെയിം പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്ന ട്രയാങ്കിൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പറയാം എല്ലാ ടൈപ്പ് ട്രയാങ്കിളും ഇക്വലാറ്ററൽ ട്രയാങ്കിളും എന്താ ഈ സെറ്റിൽ വരും. ഇവിടെ നോക്കിയേ, ഇവിടെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെയും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഈ സെറ്റ് എന്താണ്? ഈ വലിയ സെറ്റിൻ്റെ സബ്സെറ്റാണ്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയേ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഈവൻ നാച്ചുറൽ നമ്പർ. ഈവൻ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 2, 4, 6, 8, 10 എക്സെട്രാ. 2, 4, 6, 8, 10 എക്സെട്രാ. ഇവന്മാരാണ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഇവിടെ നോക്കിയേ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരുടാ? -2, -1, 0, 1, 2, 3, 4, 5, 6 അങ്ങനെയുള്ള നമ്പറുകളാണ് ഇൻറ്റീജർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ഈവൻ നാച്ചുറൽ നമ്പർ 2, 4, 6, 8. ഇവിടെ ഇൻറ്റീജർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിലെല്ലാം വരും. ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്? ഈവൻ നാച്ചുറൽ നമ്പർ ഉൾപ്പെടും. അപ്പം നമുക്ക് പറയാം ഈ സെറ്റ് എന്താണ്? ഇതിൻ്റെ സബ്സെറ്റാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 2, സെറ്റ് 3, 4, 5. എ എന്ന് പറഞ്ഞ സെറ്റ് വന്നിട്ടുണ്ട്. ഇൻസേർട്ട് ദി സിംബൽസ് സബ്സെറ്റ്, നോട്ട് എ സബ്സെറ്റ്, എലമെൻറ്റ് ആൻഡ് നോട്ട് ആൻ എലമെൻറ്റ്. ഓക്കെ, ഈ സിംബിൾസ് നമുക്കിവിടെ കൊടുക്കാനാണ്. കറക്റ്റായിട്ട് നമുക്ക് ഈ സിംബിൾസ് ഇവിടെ കൊടുക്കണം. നോക്കിയടാ, സെറ്റ് 3, 4 എന്ന് പറയുന്നത് എയുടെ ആരാണ്? സെറ്റ് 3, 4 എന്ന് പറയുന്നത് എയിലെ ആരാടാ? ഇവിടെ നോക്കിയേ, എ എന്ന് പറയുന്ന സെറ്റ് നോക്കിയേ, അതിൻ്റെ ഉള്ളിലുള്ള അല്ലേടാ സെറ്റ് 3, 4. എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിലുള്ള ആളല്ലേടാ സെറ്റ് 3, 4. ഉള്ളിലുള്ള ആളെ നമ്മൾ എന്താണ് പറയുന്നത്? എലമെൻ്റ് എന്നാണ് പറയുന്നത്. 1 ഇവിടെ എലമെൻ്റ് ആണ്, 2 ഇവിടെ എലമെൻ്റ് ആണ്, സെറ്റ് 3, 4 എലമെൻ്റ് ആണ്, 5 എലമെൻ്റ് ആണ്. അപ്പോൾ സെറ്റ് 3, 4 എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിലുള്ള ആളാണ്. അപ്പോൾ നമുക്ക് പറയാം എലമെൻ്റ് ഓഫ് എ. സെറ്റ് 3, 4 എലമെൻ്റ് ഓഫ് എയുടെ എലമെൻ്റ് ആണ്. ഇനി അടുത്ത് നോക്കിയേ, സെറ്റ് 3, 4. സെറ്റ് 3, 4 എന്ന് പറയുന്നത് നമ്മുടെ എയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റിനെ എടുത്തിട്ട് നമ്മളിതേ സെറ്റാക്കി എഴുതിയിരിക്കുകയാണ്. നോക്കിയേ, സെറ്റ് 3, 4 ഇത് നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻ്റ് ആണ്. ഈ എലമെൻറ്റിനെ എടുത്തിട്ട് നമ്മളൊരു സെറ്റിൽ എഴുതി അതിനെന്ത് പറയൂടാ? എലമെൻറ്റിനെ എടുത്തിട്ട് നമ്മൾ സെറ്റിൽ എഴുതുന്നതിന് നമ്മൾ പറയുന്നത് സബ്സെറ്റ് എന്നല്ലേ. അപ്പം നമുക്ക് പറയാം ഇതെന്താണ്? സബ്സെറ്റ് ഓഫ് എ ആണ്, എയുടെ സബ്സെറ്റ് ആണ്. എലമെൻറ്റിനെ എടുത്ത് സെറ്റ് 3, 4 എന്ന് പറയുന്ന എലമെൻറ്റിനെ എടുത്തിട്ട് നമ്മളിത് ഇവിടെ സെറ്റിൽ എഴുതിയിരിക്കുകയാണ്. അപ്പം നമുക്ക് പറയാം സബ്സെറ്റ് ആണ്. ഓക്കെ. 1
1 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിലെ ഒരാളല്ലേടാ. അപ്പോൾ 1 എന്താണ്? എലമെൻറ്റ് ഓഫ് എ ആണ്. 1 എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് എ ആണ്. ഓക്കെ. അടുത്ത നോക്കിയേ സെറ്റ് 1,2,5. ഇവിടെ നോക്കിയടാ 1ഉം 2ഉം 5ഉം ഈ സെറ്റിലുള്ള ആൾക്കാരല്ലേ. 1, 2, 5 ഈ സെറ്റിലുള്ള ആളാണ്. അപ്പോൾ അവനെ പിടിച്ച് നമ്മൾ ആ സെറ്റിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പറയാം സബ്സെറ്റ് എന്ന് പറയാം. ഇതെന്താണ്? എയുടെ സബ്സെറ്റാണ്. ഓക്കെ. ഇനി നോക്കിയേ 5-A. 5 എന്ന് പറയുന്നത് എയുടെ ആരാടാ? 5 എന്ന് പറയുന്നത് എയിലുണ്ടാ? ഇല്ല. എയിൻ്റെ ഉള്ളിൽ 5 ഇല്ല. അപ്പോൾ 5 എന്ന് പറയുന്നത് എലമെൻ്റ് അല്ല. പിന്നെ 5 എന്ന് പറയുന്ന ആരാണ്? 5 എന്ന് പറയുന്നത് സബ്സെറ്റാണ്. എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ് നമ്മുടെ 5. 5 എന്താണ്? സബ്സെറ്റ് ഓഫ് എ. അടുത്ത നോക്കിയേ സെറ്റ് 3,4,5. നോക്കിയാടാ സെറ്റ് 3,4 നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റിൽ എലമെൻ്റ് ആണ്. 5ഉം ഇവിടുത്തെ എലമെൻ്റ് ആണ്. അപ്പോൾ എലമെൻറ്റിനെ പിടിച്ച് സെറ്റിൽ എഴുതിയാൽ നമുക്ക് പറയാം സബ്സെറ്റ്. അപ്പോൾ ഇതാരാടാ? സബ്സെറ്റ് ഓഫ് എ ആണ്. ഓക്കെ. ഇനി നമുക്ക് ഇതിന് രണ്ടിനും വെച്ച് ഒരു ക്വസ്റ്റ്യൻ എഴുതാം അല്ലേ? അല്ല, ഇതിനും വെച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതാം. അതിന് വേണ്ടിയിട്ട് നോക്കിയേ സെറ്റ് 6,7 ഇതെന്ന് പറയുന്നത് എയിലെ സബ്സെറ്റ് ആണാടാ. സെറ്റ് 6,7 എന്ന് പറയുന്നത് എയിലെ സബ്സെറ്റ് ആണോ? അല്ല, 6 ഇവിടെ ഇല്ല, 7 ഇതിൻ്റെ ഉള്ളിലില്ല. അപ്പോൾ നമുക്ക് പറയാം നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. അടുത്തത് 7 എന്ന് പറയുന്നത് എയിൽ ആരെങ്കിലും ആണോ? അല്ല, 7 എന്ന് പറയുന്നത് എയിലില്ല. അപ്പോൾ നമുക്ക് പറയാം 7 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ. 7 എന്താണ്? എയിലെ എലമെൻ്റ് അല്ല. ഓക്കെ. ഇനി അടുത്ത നോക്കിയേ റൈറ്റ് ഡൗൺ ഓൾ ദി സബ്സെറ്റ്സ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്. സബ്സെറ്റുകളെ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് എ എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റിനെ എഴുതാം. ഏതൊരു സെറ്റ് എടുത്താലും 5 എം ഡി സെറ്റ്, നൾ സെറ്റ് ഒരു സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം 5 എഴുതാം. 5 അടുത്ത എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ സെറ്റ് എ എഴുതാം. ഇതെന്താടാ? സെറ്റ് എ എന്ന് പറയുന്നത് സെറ്റ് എയുടെ തന്നെ സബ്സെറ്റാണ്. അപ്പോൾ ഇവിടെ 2 പേരുണ്ട്. ഈ 2 പേരേ ഉള്ളൂ സബ്സെറ്റായിട്ട്. അടുത്ത നോക്കിയേ സെറ്റ് എ, ബി. ആദ്യം നമുക്ക് 5 എഴുതാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എയിനെ എടുത്തിട്ട് നമുക്ക് സെറ്റാക്കി എഴുതിയാൽ അതെന്താണ്? സബ്സെറ്റാണ്. അടുത്ത ബീനെ എടുക്കാം. സെറ്റ് ബി, ഇതും സബ്സെറ്റാണ്. അടുത്ത നമുക്ക് സെറ്റ് എ, ബി എന്ന് തന്നെ എഴുതാം. സെറ്റ് എ, ബി. ഇവിടെ എന്തുണ്ടടാ? 4 പേരുണ്ട്. അപ്പോൾ ഒരാളാണെങ്കിൽ 2 സബ്സെറ്റ് ആയിരിക്കും, 2 പേരാണെങ്കിൽ 4 സബ്സെറ്റ് ആയിരിക്കും, 3 പേരാണെങ്കിൽ 6 സബ്സെറ്റ് എന്ന് പറയരുത് കേട്ടോ, അത് തെറ്റാണേ. കാരണം നോക്കിയോ, ഇവിടെ 5 എഴുതാം, ഇതിൻ്റെ ഉള്ളിൽ 1 ഉണ്ട്, അപ്പോൾ നമുക്ക് സെറ്റ് 1 എഴുതാം. ഇവിടെ 2 ഉണ്ട്, സെറ്റ് 2 എഴുതാം. പിന്നെന്താ? സെറ്റ് 3 എഴുതാം. ഇനി നമ്മൾ 2 പേരെ വീതം എടുക്കുവാണ്, 2 പേരെ വീതം. ആദ്യം നമുക്ക് 1ഉം 2 എടുക്കാം, അതിനെ പിടിച്ച് സെറ്റിൽ എഴുതാം. സെറ്റ് 1, 2. അടുത്ത നമുക്ക് 2ഉം 3ഉം എടുക്കാം. സെറ്റ് 2, 3. അടുത്തത് 1ഉം 3ഉം. അപ്പോൾ എന്ത് വരുവാടാ? സെറ്റ് 1, 3. ഇനി ഈ സെറ്റിനെ തന്നെ നമുക്ക് സബ്സെറ്റ് ആക്കി എഴുതാമല്ലോ, പ്രശ്നമില്ല. സെറ്റ് 1, 2, 3. അവിടെ നോക്കി എത്ര സബ്സെറ്റ് ഉണ്ടോ? 1, 2, 3, 4, 5, 6, 7, 8. 3 പേര് വന്നപ്പോൾ 8 ആയി. അപ്പം നമ്പർ ഓഫ് സബ്സെറ്റിൻ്റെ ഒരു ഇക്വേഷനാക്കി നമുക്ക് പറയാൻ പറ്റും, ഇങ്ങനെ പറയാൻ പറ്റും. 2 raised to n. 2 raised to n. n എന്ന് പറയുന്നത് ഈ സെറ്റിൽ എത്ര പേരുണ്ട്? ഇവിടെ ഒരാളാണ്. അപ്പം ഇവിടെ നമുക്ക് 2 raised to 1 എന്ന് എഴുതാം. 2 കണ്ട, 2 സബ്സെറ്റ് കിട്ടി. ഇവിടെ 2 പേരുണ്ട്, അപ്പോൾ നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 2 raised to 2 എന്ന് എഴുതാൻ പറ്റും. 2 raised to 2, 4 ആണ്. 4 സബ്സെറ്റ് ഉണ്ട്. ഇവിടെ 3 പേരല്ലേ, 3 പേരിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 3 എന്ന് വരും. 3 പേര് നമ്മുടെ സെറ്റിലുണ്ടെങ്കിൽ സബ്സെറ്റിൻ്റെ എണ്ണം എന്താടാ? 2 raised to 3 ആണ്, അത് 8 ആണ്. ഓക്കെ, ഇവിടെ 5 എന്ന് പറയുന്ന സെറ്റ് നമുക്ക് എന്ത് പറയാം? 5 എന്താടാ? ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റാണ്. 5 എന്ന് പറയുന്നത് ഒരു സെറ്റാണ്, അപ്പോൾ 5 എന്താ? ആ സെറ്റിൻ്റെ തന്നെ സബ്സെറ്റാണ്.
അപ്പം ഇവിടെ എന്താ ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ സബ്സെറ്റായിട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ.